ചോദ്യം നമ്പർ 181 ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 182 ശ്രീ റോജി എം ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 183 ശ്രീ അൻവർ സാദത്ത്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 184 ശ്രീ കെ യു ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ, പ്ലീസ് അവരവിടെ ഇരുന്നോട്ടെ. പ്ലീസ് ട്രഷറി ബെഞ്ചിൽ അംഗങ്ങളോട് ഇരിക്ക്. ക്വസ്റ്റ്യൻ അവിടെ നടക്കട്ടെ. പ്ലീസ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1ാം റാങ്ക് ലഭിച്ചു. 23-24 കാലയളവിൽ ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു. 2018-2022 എന്നീ വർഷങ്ങളിലും കേരള ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ മുന്നിലെത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നീതി ആയോഗിന്റെ 22 ഏപ്രിൽ പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് റൗണ്ട് 1 പ്രകാരം വലിയ സംസ്ഥാനങ്ങളിൽ വിഭാഗത്തിൽ 1.1 പോയിന്റായാണ് ഈ വിഭാഗത്തിൽ കേരളം 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. സംസ്ഥാനത്തെ ഊർജ്ജ രംഗത്തെ പുത്തൻ പ്രവണതകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ കാര്യക്ഷമത സംബന്ധിച്ച് പൊതുജനങ്ങൾ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി എനർജി മാനേജ്മെന്റ് സെന്റർ 28ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 24 ഫെബ്രുവരി 7 മുതൽ 9 വരെ തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ ഹാളിൽ വെച്ച് ആദ്യത്തെ അന്താരാഷ്ട്ര ഊർജ്ജമേള സംഘടിപ്പിച്ചു. ISRO, ഭാരത് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ വിദഗ്ധന്മാരുടെ പങ്കാളിത്തവും സംസ്ഥാന ഊർജ്ജ സംരക്ഷണ പുരസ്കാരവും വിതരണത്തിന് വിധേയമായി. ഇതിൻ്റെ തുടർച്ചയായി 2025 തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ കാർബൺ രഹിത കേരളം എന്ന പ്രമേയത്തെ നടന്ന 2ാം പതിപ്പ് പുനരുപയോഗ ഊർജ്ജം, സ്മാർട്ട് ഗ്രിഡ്, സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഊന്നിയുള്ള ചർച്ചകൾക്ക് വേദിയായി. മേളയുടെ 3ാം പതിപ്പ് 2026 ഫെബ്രുവരി 7 മുതൽ 9 വരെ പരങ്ങാട് ഹഫോസ് ക്യാമ്പിലെ പ്രൊഫസർ VK ദാമോദരൻ നഗറിൽ കേരളത്തിൻ്റെ ഊർജ്ജഭാവിയെ ശാക്തീകരിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ചു. മേളയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെയും ഊർജ്ജ സുരക്ഷയും കാലാവസ്ഥാ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ദേശീയ സംവാദങ്ങൾ നടന്നു. സാധാരണക്കാർക്ക് നവീന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനും ഊർജ്ജബോധവൽക്കരണം നേടാനും സാധിച്ചു. ഈ 3 പതിപ്പുകളും കേരളത്തിൻ്റെ ഊർജ്ജ പരിവർത്തനത്തിന് മികച്ച മാതൃകയാണ്. കേരളത്തെ ഊർജ്ജകാര്യ സ്വയം പര്യാപ്തതയിലേക്കും സുസ്ഥിരമായ ഹരിതഭാവിയിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ കെ യു ജനീഷ് കുമാർ. സാർ, ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. സാർ, എന്റെ ചോദ്യം സാർ, ഇന്ന് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല സാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഇല്ല സാർ. 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലം കേരളത്തിലുണ്ടായിരുന്നു സാർ. ആ പവർ കട്ടുള്ള ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലത്തെ മാറ്റിയെടുത്ത ഊർജ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ എന്നതാണ് സാർ എന്റെ ചോദ്യം. മിനിസ്റ്റർ, എന്താ സാർ ഒന്നും കേട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു? എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? പറഞ്ഞോട്ടെ. 2000 വൈദ്യുതി നിയമം 2003 സെക്ഷൻ 62 പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം
വൈദ്യുതി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കാൻ എന്താണ് നടപടി സ്വീകരിച്ചത്? സാർ ഒരു മിനിറ്റ്. പത്ത് കൊല്ലമായും സാർ പവർ കട്ടില്ല. ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ ഇത്. അതേപോലെ പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ സാർ. അതുകൊണ്ടാണ് സാർ ഈ വൈദ്യുതി ഉൽപാദന മേഖല അത് ഹൈഡ്രൽ പ്രോജക്റ്റ് 171 മെഗാവാട്ട് ഇപ്പോൾ പള്ളിവാസൽ 2-ാം തീയതി ഉദ്ഘാടനം നടത്താനും പോവുകയാണ്. അതുകൊണ്ടാണ് ഇത് നമുക്ക് കമ്മിയാക്കാൻ സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, വൈദ്യുതി മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാമോ? ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാർ ഞാൻ നേരത്തെ പറഞ്ഞു, സോളാറിൽ 2100 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. ഹൈഡ്രൽ പ്രോജക്റ്റുകളിൽ 171 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. പള്ളിവാസൽ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം അഡ്വക്കേറ്റ് പ്രേംകുമാർ. സർ, ശബരിമലയിൽ അവിടെയുള്ള വാജിവാഹനം കൈമാറിയതിലും കോൺക്രീറ്റിൻ്റെ കൊടിമരം അത് ചെതലരിച്ചു പോയി എന്ന് പറഞ്ഞ് കൊള്ള നടത്തിയവർ ഇന്ന് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനു വേണ്ട നിയമങ്ങളാകെ നിർമ്മിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഈ സമരാഭാസം കേരളീയ സമൂഹം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിൽ സൗരോർജ വൈദ്യുതി ഉൽപ്പാദനത്തിൽ രാജ്യത്തിന് മാതൃകയാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അങ്ങക്ക് വിശദീകരിക്കാമോ? സാർ, വളരെ താല്പര്യമെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡും എനർട്ടും വളരെ താല്പര്യമെടുത്താണ് ഇതിനു വേണ്ടി മുൻകൈയെടുത്തത്. 2100 കേരളത്തിൽ തന്നെ 2-ാമത്തെ സംസ്ഥാനമാണ് സൗരോർജ്ജത്തിൽ. അതേപോലെ ബാറ്ററി സ്റ്റോറേജും കൂടി ഇപ്പോൾ 500 മെഗാവാട്ടിൻ്റെ ബാറ്ററി സ്റ്റോറേജും കാസർഗോഡ് വെക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പീക്ക് അവറിലും അതിൻ്റെ ഗുണം കിട്ടും. പിന്നെ ഹൈഡ്രൽ പ്രോജക്റ്റുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തലാണ്. ശ്രീ പി സുമോദ്. സർ, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ നിയമനിർമ്മാണം നടത്തുന്ന ഈ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഖേദകരമാണ് സാർ. സാർ, എൻ്റെ ചോദ്യം, സംസ്ഥാനത്തെ വൈദ്യുത വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ്? വൈദ്യുതി നഷ്ടം കുറക്കുന്നതിൽ ഉണ്ടായ പുരോഗതി വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സാർ, ഒന്നുകൂടി ചോദിക്കാൻ പറയണം, കേൾക്കില്ല. വൈദ്യുതി നഷ്ടം കുറക്കാൻ സർക്കാർ സ്വീകരിച്ച പുരോഗതി. വൈദ്യുതി നഷ്ടം കുറക്കാൻ എന്തൊക്കെ നടപടിയാണ് സ്വീകരിച്ചത്? സാർ, UDF ഭരണകാലത്ത് 24% Yes, please. ശ്രീ UR പ്രദീപ്. സർ, കേരളത്തിൽ 2016 മുമ്പേ വൈദ്യുതി മേഖല കരിമ്പുംതോട്ടത്തിൽ ആന കിടന്ന പോലെയായിരുന്നു സർ. അവിടെ നിന്ന് നല്ല നിലയ്ക്ക് ലോകം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാക്കി മാറ്റിയത് ഞാൻ അഭിനന്ദിക്കുന്നു സർ. സർ, എൻ്റെ ചോദ്യം, എൻ്റെ മണ്ഡലത്തിൽ ചേലക്കരയും പഴയന്നൂരുമായി ബന്ധപ്പെട്ട് ഏകദേശം 54,000 ഗുണഭോക്താക്കളുണ്ട് സർ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തനം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര എത്തിക്കാൻ കഴിഞ്ഞ വലിയ സ്ഥലമായതുകൊണ്ട് അപ്പോൾ ഇവിടെ ചേലക്കരയും അതുപോലെ തന്നെ പഴയന്നൂരുമുള്ള കൺസ്യൂമേഴ്സിനെ ഒരുമിച്ചാക്കി മറ്റൊരു പുതിയ സെക്ഷൻ നമുക്ക് അനുവദിച്ചു തരാൻ കഴിയുമോ എന്ന ഒരു ആവശ്യം പരിഗണിക്കാൻ കഴിയുമോ സാർ? അത് ആലോചിക്കാവുന്നതാണ് സാർ. യെസ്. ചോദ്യം നമ്പർ 185 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 186 ശ്രീ ചാണ്ടി ഉമ്മൻ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 187 ശ്രീ മുരളി പെരുന്നള്ളി, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, ഈ ചോദ്യവേളയിൽ എനിക്കിന്ന് മറുപടി പറയേണ്ട 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചതാണ്, അത് അവർ ചോദിക്കാനായിട്ട് തയ്യാറായില്ല. സാർ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ഈ വേദിയിൽ അവർ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സാർ, ഇപ്പോൾ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് സാർ. ഞങ്ങൾ പാർലമെന്ററി ജനാധിപത്യം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിഷേധമൊക്കെ ഉണ്ടാവും, പക്ഷേ
ഇന്നത്തെ ചോദ്യത്തിനും അവിടുന്ന് താഴോട്ടിറങ്ങിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല സാർ. ജനങ്ങൾ ഇവരെ ആ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് സാർ. ഇതിനകത്ത് ഇരിക്കാൻ അവർ യോഗ്യരല്ല സാർ. കാരണം ബഡ്ജറ്റ് പോലൊരു സമയത്ത് ഏറ്റവും സീരിയസ് ആയ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. പുറത്തിറങ്ങിയിട്ടാണ് സാർ ഈ കാര്യങ്ങൾ പറയുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രേഖകളും വെച്ച് ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പറയുന്നതിന് ഒരു ന്യായീകരണമില്ല എന്നുള്ള മറുപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സാർ അവര് പുറത്തിറങ്ങി പറയുന്നത്. കാരണം ഒരു കാര്യവും കൃത്യമായി ഡാറ്റ സഹിതം പറയുവാൻ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ പ്രതിപക്ഷത്തെ ഒരു അംഗവും തയ്യാറല്ല. അതുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് സാർ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ സാർ എന്തുകൊണ്ടാണ് സാർ ഇപ്പോ ഈ കോടതി കേസിനകത്ത് ഇങ്ങനെ ഇടപെടുന്നത്? കോടതി പറഞ്ഞ SIT എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്നു, ആ കോടതി തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, കോടതി കേൾക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമായി മാത്രം അന്വേഷണം നടക്കുമ്പോൾ ഇവര് അതിനെ കുറ്റപ്പെടുന്നത് എന്താ സാർ? സാർ ഇപ്പൊ തന്ത്രിയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, കേസ് അന്വേഷണം നടക്കല്ലേ സാർ? എന്താ പ്രശ്നം? ശ്രീധരൻപിള്ളയും തന്ത്രിയും ഇവരും എല്ലാം സംസാരിക്കുന്ന കാര്യം സാർ, അന്വേഷണം ഒരിടത്ത് അറസ്റ്റ് ചെയ്യണം സാർ. ഈ അന്വേഷണം ഇനി ഫർദറായി പോയി കഴിഞ്ഞാൽ നമ്പർ 10 ജൻപതിലേക്ക് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവര് BJP ആയിട്ട് കൂടിച്ചേർന്നേക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം കേട്ടു എന്നാണ് സാർ. അങ്ങേയറ്റം തെറ്റ് കാണിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വിവാദം ഉണ്ടാക്കി ശ്രീമതി സോണിയാഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ പേര് പോലും വലിച്ചഴക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം പറഞ്ഞ് അന്വേഷണം നടത്താനല്ല അവരിവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞ പോലെ രണ്ടാളുകളാണ് പുറത്ത് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് സാർ. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് വാദിക്കുന്നു സാർ. ഇതിനകത്തിരിക്കുന്ന എത്രയാൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ല സാർ. ഇതിനകത്തിരിക്കുന്ന എത്രയാൾ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്ര പേരുണ്ടാവുന്ന ഉറപ്പില്ല സാർ. കാരണം ആസാമിലെ PCC പ്രസിഡന്റ് അല്ല നോക്കാൻ, ആസാമിലെ PCC പ്രസിഡന്റ് ചെറിയ ആളല്ലല്ലോ. ഓരോ സംസ്ഥാനത്തെയും പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മറ്റുള്ളവരൊന്നും ചെറിയ ആളുകളല്ലല്ലോ സാർ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ എത്രയായാലും അതുകൊണ്ട് BJP ആയിട്ടൊരു ചെറിയ സോഫ്റ്റ് പാലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. BJP പറയുന്ന ആർഗ്യുമെന്റ് സഭയ്ക്കകത്ത് വന്ന് പറയുന്നത് വെറുതെ അല്ല, ഈ കാര്യങ്ങൾ കൂടി ചെയ്യാനാണ് സാർ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആസാമിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ആ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് പോകുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് സാർ ഇത്രയും നിലവാരമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം ഈ ശൂരന്മാരായ ആളുകൾ കോൺഗ്രസിൽ നിന്ന് എവിടെ ചെന്ന് നിൽക്കുന്ന അറിയില്ല സാർ. അതുകൊണ്ടാണ് ഇവർ ചോദ്യം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യത്തിനെടുക്കുന്ന നിലപാടാണ് അത് സാർ. ഇവിടെ സാർ തൊട്ടു മുന്നേ നിൽക്കുന്ന ആളെ പോലും കാണാത്ത കുരുളന്മാരെ പോലെ പെരുമാറുന്ന കാര്യമാണ്. എവിടെ പോയി ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ ബാലഗോപാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കണ്ണാടി ഒന്ന് ശരിക്കും ഇങ്ങോട്ട് നോക്ക്, ബാലഗോപാൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുപോലും കാണുന്നുണ്ട് സാർ. ഇതുപോലും കാണാത്തവരാണ് നീതി നടപ്പിലാക്കാൻ നിൽക്കുന്നത്. ബാലഗോപാലാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട മെമ്പർ തിരിച്ചു വന്ന് ആ കണ്ണാടി ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്ക്, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പോയി കൂടുള്ളവരെന്ന് അന്വേഷിച്ചാൽ മതി. ചിലരൊക്കെ അങ്ങ് BJP പോയി, എന്റെ ഓരോ സ്ഥലത്തുമുണ്ട്. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എന്നെ പോലും കാണാത്ത ആളുകളാണ്. എന്നെ പോലും കാണാൻ കഴിയാത്ത ആളുകൾ ഇവരെന്താ കാണുന്നത്? അപ്പൊ ഇവരെ ഇതെല്ലാം തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ശരിക്കും നോക്കിക്കോളൂ. ഇവിടെ നിപ്പുണ്ട് സാർ. മനസ്സിലായല്ലോ സാർ. ഇത്രയാണ് സാർ അടിസ്ഥാനം. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് അടിസ്ഥാനം, എന്താണ് അർത്ഥം എന്നൊക്കെ അറിയാതെ അതിനെ കൂടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മുദ്രാമിക്കുന്നുള്ളൂ. എത്ര കഷ്ടമാണ് സാർ. ഇവരെ പോലുള്ള ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എത്ര കഷ്ടമാണ് സാർ. ഈ ചോദ്യത്തിന്റെ കാര്യത്തിനകത്ത് വിശദമായ മറുപടി ഉണ്ട് സാർ. ആ മറുപടി അവർക്ക് ആവശ്യമില്ല, പക്ഷെ കേരളത്തിന് ആവശ്യമുണ്ട് സാർ. കേരളത്തിന്റെ കയറ്റുമതി ഈ വർഷം 89% വർദ്ധിച്ചു എന്നുള്ള ആൻസർ ഞാൻ ആദ്യം കൊടുത്തു. 89% കേരളത്തിന്റെ കയറ്റുമതി ഈ വർഷം വർദ്ധിച്ചത്. അതൊന്നും അവർ ചോദിക്കാൻ തയ്യാറില്ല സാർ. ഇവിടെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യമാണ്. അതിനകത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളും പറയുന്നില്ല സാർ. കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി GST വകുപ്പിനെ പുനഃസംഘടിപ്പിച്ചു. ടാക്സ് പേയർ സർവീസ്, ഓഡിറ്റ്, ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് എന്നീ 3 വെട്ടിക്കലുകളായി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ
ഓരോ വിഭാഗങ്ങളും നികുതി പിരിവ് ഊർജിതമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ടാക്സ് പെയർ സർവീസസ് വെർട്ടിക്കലുകൾ നികുതിയായ റിട്ടേണുകൾ യഥാസമയം ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും പ്രസ്തുത റിട്ടേണുകൾ പരിശോധിച്ച് നികുതി അടയ്ക്കുകയും ചെയ്യുന്നു. സാർ, വളരെ വലിയ ആൻസറാണ് ഓരോ വിഭാഗത്തെ സംബന്ധിച്ച്. ഞാനത് ടേബിൾ ചെയ്യുകയാണ്. സാർ, നമ്മൾ ഈ IT റിവേഴ്സൽ ഉൾപ്പെടെ GST റിവേഴ്സൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും പ്രത്യേകമായി മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിരിവ് തട്ടിപ്പുണ്ടാകുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വിവിധ കേസുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വരുമാനം വരുത്തിയിട്ടുള്ള ഓരോ വകുപ്പുകളുണ്ട് സാർ. അത് ടേബിൾ ചെയ്യണം സാർ. ശ്രീ മുരളി പെരുന്നല്ലി. സാർ, സ്വർണ്ണവില വാണം പോലെ ഇങ്ങനെ മേലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുക്കുപണ്ടത്തിൻ്റെ വില പോലും ഇല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം താഴോട്ടിങ്ങനെ കിനിഞ്ഞിറങ്ങുകയാണ്. അതിലുള്ള വേവലാതിയാണ് സാർ ഇപ്പോൾ ഈ നടുത്തളത്തിൽ കാണാൻ കഴിയുന്നത്. സാർ, GST നിരക്ക് പരിഷ്കരിച്ചെങ്കിലും കൂടുതൽ കാലം ഇതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ GST ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്റ്റേറ്റ് ആൻറ്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി വഴി ഈ വർഷം ഇതുവരെ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കണം. യെസ് മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ GST നിരക്കിനകത്ത് വരുത്തിയ മാറ്റം സാധാരണ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ല. സാർ, ഈ നിയമം നടപ്പിലാക്കുന്ന സമയത്ത് 14% സാർ നമ്മുടെ ഈ RNR റവന്യൂ ന്യൂട്രൽ റേറ്റ് 14% ശരാശരി ടാക്സ് ഉണ്ടാകും. അതിനുശേഷം അത് 11.5% കുറച്ചു സാർ. സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞു, സെൻട്രലിൻ്റെ വരുമാനം കുറഞ്ഞു. സാർ, ഈ കഴിഞ്ഞത് അമേരിക്കയുടെ നിർദ്ദേശം അനുസരിച്ച്, ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് GST റേറ്റ് കുറയ്ക്കാൻ വേണ്ടി തയ്യാറായി. ഇന്റേണൽ താരിഫും എക്സ്റ്റേണൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫും കുറച്ചു സാർ. അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കുറച്ചു. കേരളത്തിലെ പശു കൃഷിക്കാർക്ക് മാത്രം 10 ലക്ഷം കൃഷിക്കാർക്ക് പശുവിൻ്റെ പാലിന് ഇപ്പോൾ 60 രൂപ വിലയുള്ളത് 30 രൂപയായി കുറയും സാർ. കാരണം സാർ, ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല സാർ. അവർ പശു കൃഷിക്കാരുടെ, റബ്ബർ കൃഷിക്കാരുടെ, നെൽകൃഷിക്കാരുടെ ഒന്നും ആളുകളല്ല. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല സാർ. പക്ഷേ അങ്ങനെ കുറച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ നികുതി നിരക്ക് ഏറ്റവും ഒടുവിൽ GST റേറ്റ് കുറച്ചു സാർ. GST റേറ്റ് ഇന്ത്യയിലാകെ കുറച്ചതിൻ്റെ ഭാഗമായി 2,30,000 കോടി കിട്ടിയിരുന്ന ഒരു മാസം ഇന്ത്യയിലാകെ GST കിട്ടിയിരുന്നത് ഈ കുറച്ചതിന് തൊട്ടടുത്ത മാസം 1,72,000 കുറഞ്ഞു സാർ ഇന്ത്യയിലാകെ. എന്നാൽ കേരളത്തിൽ ആ കുറവിന് ആനുപാതികമായി കുറവ് വന്നില്ല എന്നുള്ള സന്തോഷകാര്യം ഞാനിവിടെ പറയുകയാണ്. എന്നാൽ അദ്ദേഹം ചോദിച്ച പോലെ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് എന്ന് പറയുന്നൊരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് നിർത്തിക്കളഞ്ഞു. ആൻറ്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റി വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. കാരണം ഈ ടാക്സ് കുറഞ്ഞതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുന്നതേ ഇല്ല. ഇടയ്ക്കുള്ള കമ്പനികൾ, വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അതിൻ്റെ ലാഭം എടുക്കണം സാർ. പക്ഷേ ആൻറ്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റി നിർത്തിക്കളഞ്ഞു. അതുകൊണ്ട് ആ പരിശോധന നടക്കുന്നില്ല. അതുകൊണ്ട് ബിസിനസ്സുകാർ, വലിയ കമ്പനികൾ സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന പോലെ ടാക്സ് സമ്പ്രദായം അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്നതിൻ്റെ അപകടം നമ്മുടെ കസ്റ്റമേഴ്സ് അനുഭവിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ, കേരളവും കർണാടകവും ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ ഈ കാര്യം പറഞ്ഞിരുന്നു, അവിടെ ശക്തമായി പറഞ്ഞിരുന്നു ആൻറ്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിന്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും ഇവിടെ പ്രശ്നമല്ല കോൺഗ്രസിനെന്നുള്ളതുകൊണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്ത കാര്യവും നല്ല കാര്യമാണ് പറഞ്ഞത്. അതൊന്നും ഇവിടെ നിങ്ങൾക്ക് പ്രശ്നമല്ലാത്തതുകൊണ്ട് നിങ്ങളിതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സാർ. ഇതാണ് സാർ സ്ഥിതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന GST നഷ്ടപരിഹാര കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് നികുതി വരുമാനത്തിൽ എത്ര ശതമാനം കുറവ് വന്നിട്ടുണ്ട്? ഇത് പരിഹരിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാർ എടുത്തിരുന്നത് വ്യക്തമാക്കാം. സാർ, GST നടപ്പിലാക്കിയ സമയത്ത് 5 വർഷക്കാലം കൊണ്ട് GST നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നഷ്ടം പരിഹരിക്കപ്പെടുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടിയത്, അല്ലെങ്കിൽ കൗൺസിൽ. സാർ, അങ്ങനെ 5 വർഷം നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയിരുന്നു. ശരാശരി ഏറ്റവും അവസാനത്തെ വർഷം കിട്ടിയത് 12,000 കോടിയാണ് സാർ ഒരു വർഷം. പക്ഷേ 2022 ഈ GST നഷ്ടപരിഹാര സമ്പ്രദായം നിർത്തി. അതിനുശേഷം നമുക്ക് ശരാശരി 12,000 മുതൽ 15,000 കോടി വരെ ഒരു വർഷം നഷ്ടം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സാർ, ഇപ്പോൾ വീണ്ടും ഈ GST റേറ്റ് കുറച്ചതിൻ്റെ ഭാഗമായി 8,000 കോടിയും കൂടി ഒരു വർഷം അധികം വരും സാർ. അപ്പോൾ ചുരുക്കത്തിൽ GST വരുന്നതിന് മുമ്പ് ഒരു വർഷം കിട്ടിയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വരാവുന്ന ഗ്രോത്തിൽ നിന്നും 20,000 കോടി ഒരു വർഷം കേരളത്തിന് മാത്രം നഷ്ടം വരികയാണ് സാർ. ആ നഷ്ടം വരുന്നത് നമ്മൾ കടന്ന് പിടിച്ചു നിൽക്കുന്നത്, നമുക്ക് റേറ്റൊന്നും കൂട്ടാൻ പറ്റില്ല സാർ. നമ്മളൊരു ചാർജും കൂട്ടാൻ പറ്റില്ല. റേറ്റ് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്, GST കൗൺസിലാണ് സാർ. നമ്മുടെ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ടാക്സ് നോൺ ടാക്സ് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി നമ്മുടെ 47,000 കോടിയായിരുന്നു നമ്മുടെ ടാക്സ് വരുമാനം 2021. അത് 47,000 എന്നുള്ളത് ഒരു 80,000 കോടിയിലേക്ക് ഈ വർഷം എത്തും. നോൺ ടാക്സും ടാക്സും കൂടി 54,000 കോടിയായത് 1,10,000 കോടിയിലേക്ക് എത്തുമെന്ന നിലയിലേക്ക് സാർ ആ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ആ ഇൻക്രീസ് വന്നതുകൊണ്ടാണ് ഒരു വർഷം 50,000 കോടി വെച്ച് അവർ കുറയ്ക്കുന്നത്, ഇപ്പോൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. സാർ, ഇവിടെ സർക്കാർ ഈ കാര്യങ്ങളൊക്കെ ഈ ബുദ്ധിമുട്ടിക്കാൻ അവർ ശ്രമിക്കുമ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ പല സ്റ്റേറ്റുകളിലും സാർ, സാക്ഷാൽ കോൺഗ്രസ് ഭരിക്കുന്ന
ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൊടുക്കുന്നില്ല സാർ കൃത്യമായി. കോൺഗ്രസ് ഭരിക്കുന്ന 3 സ്റ്റേറ്റിൽ ഹിമാചൽ പ്രദേശിൽ ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ എന്തോന്ന് അറിയില്ല. രണ്ടാമത് സാർ, തെലങ്കാന ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടെ കൃത്യമായി 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. സാർ, ഇവിടെ ഇത്രയും വെട്ടിക്കുറച്ചിട്ടും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നെന്ന് മാത്രമല്ല സാർ, കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, അങ്ങ് കണ്ടു, DA കൊടുക്കില്ല. DAയുടെ എല്ലാ ഗഡുക്കളും കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ മാസം 1-ാം തീയതി, അടുത്ത മാസം 1-ാം തീയതി DAയുടെ 3% കൊടുക്കും. ഏപ്രിൽ 1-ന് 10% കൂടെ കൊടുക്കും. അങ്ങനെ മുഴുവൻ DA ഗഡുക്കളും കൊടുക്കുമെന്നുള്ളത് പറഞ്ഞു. അത് നടപ്പിലാക്കാനായിട്ട് ഓർഡർ വിട്ടു സാർ. സാർ, ശമ്പള കമ്മീഷനെ നിയമിക്കുമെന്നുള്ളതാണ് അടുത്ത സംശയം. സാർ, ശമ്പള കമ്മീഷന്റെ പേരുകളും ഉടൻ തന്നെ വരും. ശമ്പള കമ്മീഷനെ നിയമിക്കും. ശമ്പള കമ്മീഷൻ വരും, മറ്റു കാര്യങ്ങൾ വരും. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് വരുമാനം നമ്മൾ കേന്ദ്രം ഈ വെട്ടിക്കുറയ്ക്കുമ്പോഴും ഇതിനകത്തുകൂടി ചെയ്ത് മുന്നോട്ട് പോകണം സാർ. അതുകൊണ്ട് സാർ, ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് സാർ ഇന്നും ഈ വിഷമം. അതുകൊണ്ടാണ് ഇതൊന്നും കേൾക്കാതെ, നാട്ടുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഈ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് സാർ. ശ്രീമതി KK ശൈലജ ടീച്ചർ. സാർ, കേരളത്തിലെ ഈ പ്രതിപക്ഷം തികഞ്ഞ പരാജയമാണ് സാർ. ഭയവും ആത്മവിശ്വാസക്കുറവും കൊണ്ടാണ് രാവിലെ എല്ലാവരും കൂടി ചേർന്ന് ഈ വെല്ലിലിറങ്ങിയിരിക്കുന്നത്. സാർ, കഴിഞ്ഞ UDF ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു താരതമ്യം പല കാര്യങ്ങളിലും ഇപ്പോൾ വന്നു. അന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സുകൾ ഇന്ന് വന്നു. ആര്യാട് മുഹമ്മദ് സാർ അടക്കം പറഞ്ഞത് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാവും. നുണ പറയാൻ പറ്റില്ലല്ലോ വീഡിയോയ്ക്ക്. അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി രാവിലെ ഈ സഭയെ നേരിടാനുള്ള ഭയം കാരണം ഇറങ്ങി ഈ വെല്ലിൽ ഇരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ GST നിരക്ക് 2 സ്ലാബുകളായി നിജപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം എന്തൊക്കെയാണ്? സാർ, GST നിരക്കിനകത്ത് നേരത്തെ 4, 5, 12, 18, 28 എന്ന 4 ടേബിൾ ഉണ്ടായിരുന്നു സാർ. ആ 4 ടേബിളിൽ അത് മാറ്റി 28 എന്നുള്ളത് 18 ആക്കി, 12 ആക്കി. ഇങ്ങനെ റേറ്റ് വ്യത്യാസം വരുത്തി വലിയ തോതിൽ വന്നു. ഇതാണ് സാർ ആ റേറ്റ് വ്യത്യാസം വന്നു. വലിയ ടാക്സ് ഉണ്ടായിരുന്ന ലക്ഷറി ഐറ്റങ്ങൾക്കൊക്കെ ടാക്സ് കുറച്ചു. ആ ടാക്സ് കുറച്ചതിൻ്റെ ഭാഗമായിട്ട് ലക്ഷറി ഐറ്റങ്ങളിൽ നിന്ന് കൂടുതൽ കിട്ടുന്ന ടാക്സ് കിട്ടുന്ന സ്ഥിതി വന്നില്ല സാർ. ഇങ്ങനെയാണ് 2 ഗഡുക്കളായിട്ട് അവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് നല്ല വരുമാന നഷ്ടമുണ്ട് സാർ. സാർ, ഈ പല കാര്യങ്ങളും ഇവർ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇന്ന് വന്നൊരു വിവരം കൂടി പറയാം സാർ. സാർ, ഇന്ന് ഈ കരുവന്നൂർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വലിയ കോലാഹലമായിരുന്നല്ലോ. അവിടെ തെറ്റ് കാണിച്ചവരുടെ പേര് നടപടിയെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു, ശക്തിപ്പെടുത്തി പറഞ്ഞു. അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല. എന്നാണ് വിവരം. കോൺഗ്രസ് അവിടെ മത്സരിച്ചില്ലല്ലോ. കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തു. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ലജ്ജയുണ്ടോ? സാർ, അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല. ആ വോട്ട് ഇവിടെ ലീഗിന് ചെയ്തു. പക്ഷെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ജയിച്ചു. ആ കരുവണ്ണൂരിലെ കുറ്റം കാണാതെ നടപടിയെടുത്തു. അവിടെ പണമെല്ലാം കൊടുത്തു. അതുകൊണ്ട് ലജ്ജയില്ലാതെ അവിടെ കോൺഗ്രസും ലീഗും കൂടി BJPക്ക് വോട്ട് ചെയ്തിൽ നിന്ന് ഇതാണല്ലോ സാർ നടക്കുന്നത്. ഈ പ്ലാനാണ് സാർ ഇതെല്ലാം. യെസ്, ശ്രീ CK ഹരീന്ദ്രൻ ചുമതലപ്പെടുത്തിയ പ്രകാരം KP കുഞ്ഞമ്പൂട്ടി മാസ്റ്റർ. ഒരു നാറിയ ഭരണമുണ്ടായിരുന്നു. 2011 മുതൽ 16 വരെയുള്ള ഭരണം നാറിയ ഭരണമെന്ന് കേരളീയർ മുഴുവനും അംഗീകരിച്ചാണ്. കേരള നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നാറിയ ഭരണത്തിൻ്റെ തുടർക്കഥകൾ നമുക്ക് കാണാൻ കഴിയും. ആ നാറിയ ഭരണം വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. നടുത്തളത്തിലിറങ്ങി എന്തെല്ലാം കോപ്രായങ്ങൾ നിങ്ങൾ കാണിച്ചാലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. LDF 3-ാം തവണയും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എൻ്റെ ചോദ്യം ഇതാണ് സർ. GST നിരക്ക് പരിഷ്കരണം മൂലം കേരളത്തിൻ്റെ വാർഷിക നികുതി വരുമാനത്തിൽ എത്ര തുകയുടെ കുറവുണ്ടാകുമെന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഏറ്റവും ഒടുവിൽ വന്ന പരിഷ്കരണം ഞാൻ പറഞ്ഞു. നേരത്തെ ഒരിക്കലും അവർ പരിഷ്കരിച്ചു. GST കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി സെയിൽ ടാക്സിൻ്റെയും വാറ്റിൻ്റെയും സമയത്തൊന്ന് സംസ്ഥാനത്തിന് ശരാശരി 12,000 മുതൽ 15,000 കോടി വരെ നഷ്ടമുണ്ടായിരുന്നു സാർ. അതിനുശേഷം 2 തവണ അവർ റേറ്റ് പരിഷ്കരിച്ചു. ഏറ്റവും കൂടുതൽ റേറ്റ് പരിഷ്കരണം വഴി ശരാശരി ഒരു വർഷം 8,000 കോടിയുടെ നഷ്ടം കേരളത്തിനുണ്ടാവുമെന്നാണ് സാർ കണക്കാക്കിയിരിക്കുന്നത്. 8,000 കോടിയുടെ കണക്കാണ് നമ്മൾ ഗിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ സ്റ്റഡി നടത്തിയിട്ട് പറഞ്ഞേക്കുന്നത്. ആ നഷ്ടം വരുന്നത് നമ്മളെ നല്ലപോലെ ബാധിക്കും സാർ. ശ്രീ K ബാബു നെന്മാറ. സാർ, നാട്ടിൻപുറങ്ങളിലെ ഉത്സവപ്പറമ്പുകളിൽ പോക്കറ്റടിക്കാരൻ്റെ റോളാണ് സാർ ഇപ്പോൾ UDFനുള്ളത്. പോക്കറ്റടിച്ച പണവുമായി മുങ്ങുന്ന ആ പോക്കറ്റടിക്കാരനെ പോലെ
സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിൻ്റെ സ്വർണം കട്ടവന് ആ കാട്ടുവെള്ളന്മാർക്ക് കഞ്ഞിവെച്ച UDF ആണ് ഇപ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ LDFനെ നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുന്നത്. അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് സാർ. സാർ, എൻ്റെ ചോദ്യത്തിന് മുൻപ് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. നികുതി പിരിക്കുന്നവർക്കും നികുതി കൃത്യമായി കൊടുക്കുന്നവർക്കും സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സമ്പത്ത് മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, GST നിരക്കുകൾ പരിഷ്കരിക്കാനുള്ള അധികാരം ഏതു സമിതിക്കാണെന്നും ഈ അധികാരത്തിന്മേൽ കേന്ദ്ര സർക്കാർ കടന്നുകയറ്റം നടത്തുന്നുണ്ടോ എന്നും വ്യക്തമാക്കാമോ? അതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, GST നിരക്ക് വന്നതോടുകൂടി ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന എല്ലാ ഫൈനാൻഷ്യൽ ഫ്രീഡവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സാർ. ആകെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സമയത്ത് തന്നെ വലിയ ചർച്ച നടന്നിരുന്നു. അന്ന് GST വരുന്ന ടാക്സിൻ്റെ കാര്യത്തിൽ സെയിൽ ടാക്സ് എന്ന അവകാശം കൂടി കേന്ദ്രം എടുക്കണമെന്ന് അന്ന് ചർച്ച വന്നിരുന്നു. വളരെ പ്രമുഖരായ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് ബഹുമാനായ ശ്രീ അംബേദ്കർ പറഞ്ഞു, ആകെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം ഈ ടാക്സ് മാത്രമാണ്, സെയിൽ ടാക്സ് ആണ്. അതർവൈസ് ദർ ഇസ് നോ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇത് പറഞ്ഞിട്ടാണ് അന്ന് വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സെയിൽ ടാക്സും അത്തരം ടാക്സുകൾ മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ഇൻകം ടാക്സും കസ്റ്റംസും ഒക്കെ സെൻട്രലിലാണ്. സാർ, ആ സമ്പ്രദായം കൂടി കോൺഗ്രസ് ആണ് തുടങ്ങി വെച്ചത്, ഈ GST കൊണ്ടുവരാനുള്ള ചർച്ച. അന്നേ അതിന് ഒബ്ജക്ഷൻ പറഞ്ഞവരാണ് ഞങ്ങൾ, അതിൻ്റെ ചില ഭാഗങ്ങൾ. രണ്ടാമത് BJP അത് നടപ്പിലാക്കി. അതിനകത്ത് CPMൻ്റെ അംഗമെന്ന പ്രതിനിധി രാജ്യസഭയിൽ നിന്ന് ഞാനുണ്ടായിരുന്നു, ഇപ്പോഴത്തെ CPI ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് ഡിസെൻറ്റ് പറഞ്ഞാണ് സാർ. ഫലത്തിൽ വന്നപ്പോൾ സംസ്ഥാന ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറഞ്ഞ ഇഷ്യൂ സംസ്ഥാനങ്ങളുടെ ഒരു പണവും എടുക്കാൻ എല്ലാം അങ്ങോട്ട് കേന്ദ്രീകരിച്ച് പോവുക. ഇപ്പോഴാണെങ്കിൽ CSS സ്കീം അനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യണം. ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഒരുമാതിരി സാമന്തന്മാർ പോലുമല്ലാത്ത കോളനി കാലത്തുണ്ടായിരുന്ന സാമന്ത രാജ്യങ്ങളുടെ അവസ്ഥ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസ് ആഗ്രഹിച്ചാണ്, കോൺഗ്രസ് തുടങ്ങി വെച്ചാണ് GST, ഇപ്പോൾ BJP നടപ്പിലാക്കുകയാണ്. സാർ, ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ വെട്ടിക്കുറവുകൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിൻ്റെ ആശങ്കയുണ്ട്. രാജ്യം എന്ന നിലയിൽ യുണൈറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് ഇത്തരം സ്വാതന്ത്ര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ലോകത്തൊരു രാജ്യവും ഇങ്ങനെ ഒരു മോണോലിത്തിക്കായി മുഴുവൻ പവറുകളും കേന്ദ്രീകരിക്കുന്ന ഒരു റിപ്പബ്ലിക്കും ഇല്ല സാർ. അമേരിക്ക എടുത്താൽ, യൂറോപ്യൻ രാജ്യങ്ങളെടുത്താൽ ഒന്നുമില്ല സാർ. അപ്പോൾ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തിനുമുള്ള നികുതി അവകാശം പോലും ഇപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇല്ല സാർ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ള അപകടങ്ങൾ വളരെ വലുതാണ്. അതിനെ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടക്കുകയാണ് സാർ. ഈ ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടും അതിനകത്തും നമ്മുടെ റൈറ്റുകൾ കട്ട് ചെയ്യുകയാണ് സാർ. ഫിനാൻസ് കമ്മീഷൻ, കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ വരെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രാൻഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഒരു വർഷത്തേക്കുള്ള ഒരു ഇൻ്ററിം പീരീഡും 5 വർഷത്തേക്കുള്ള ഫിനാൻസ് കമ്മീഷൻ 15ാം ഫിനാൻസ് കമ്മീഷനുമായി ചേർന്ന് സാർ 6 വർഷം കൊണ്ട് നമുക്ക് നൽകിയത് 53,000 കോടി രൂപയാണ് സാർ ഫിസ്ക്കൽ റവന്യൂ ഡെഫിസിറ്റ്. ഒന്നാം വർഷം 15,000 കോടി കിട്ടി 2020-21. 21 മുതൽ 26 വരെ കിട്ടിയത് ഏകദേശം 37,000 കോടി. അതില്ല സാർ. എന്നിട്ട് ഇപ്പോൾ GST നമ്മുടെ DVC പുള്ളി ചെറിയൊരു വർധന വരുത്തി, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എല്ലാം കൂടെ ഒരു 6,000 കോടിക്ക് അടുത്ത് ഒരു വർഷം കിട്ടും സാർ. ഇത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡോടെ നിർത്തലാക്കിയതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് വീണ്ടും പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഒരു കാര്യവുമായി പോയി കഴിഞ്ഞാൽ വെറും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് പോലും ഇല്ലാത്ത തരത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് GST വന്നതിന് ശേഷം ഉണ്ടായ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അവസ്ഥ സംസ്ഥാനങ്ങളെന്ന നിലയിൽ പോകാൻ കഴിയാത്ത തരത്തിലേക്കാണ് എന്നുള്ള ആ ചോദ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചോദ്യകർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വളരെ ശരിയാണ്. സംസ്ഥാനങ്ങളാകെ അതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല സാർ. 8 സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ്. കേരളത്തിലാണെങ്കിലൊരു സെമിനാർ നടത്തിയിരുന്നു, കോൺക്ലേവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. കർണാടകയും തെലുങ്കാന അടക്കം വന്നു. ഇപ്പം ഞങ്ങളൊരു ചർച്ച നടത്താനായിട്ട് ശ്രമിച്ചു സാർ. തെലുങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇങ്ങോട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വരണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് 2 സ്ഥലത്തെ കോൺഗ്രസ് മന്ത്രിമാർ വരാൻ പറ്റിയില്ല. വളരെ നന്നായി ഈ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെതിരെ ശക്തമായ അഭിപ്രായം പറയുന്നവരാണ്. 8 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് GST കൗൺസിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഒരു അക്കാഡമിക് ചർച്ചയ്ക്ക് പോലും കോൺഗ്രസിൻ്റെ ആളുകൾ കേരളത്തിലേക്ക് വരണ്ട എന്നുള്ള തിട്ടൂരം കൊടുത്ത ആളുകളാണ് സാർ കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അവരിവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ ഉയർത്തുമ്പോൾ ആ കാര്യത്തിന് പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിന്റെ അതിർത്തി കടന്ന് വരണ്ട എന്ന് പറയുന്ന മൗഢ്യവും ഒക്കെ ഉള്ളതാണ് സാർ. അതുകൊണ്ടാണ് സാർ മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ പറഞ്ഞല്ലോ,
അവർ പറഞ്ഞ കാര്യം മണിശങ്കർ അയ്യർ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തക സമിതി അംഗവും രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വലത്തെ അടുത്തിരിക്കുന്ന തോഴനുമായിരുന്നല്ലോ, വലങ്കയ്യായിരുന്നല്ലോ. മണിശങ്കർ അയ്യർ എന്താ പറഞ്ഞത്? സാർ ഫാറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം വന്നല്ലോ ഇവിടെ. ഫാറൂഖ് അബ്ദുള്ള ഇവിടെ കഴിഞ്ഞ ദിവസം വന്നല്ലോ സാർ. ഫാറൂഖ് അബ്ദുള്ള ഇവിടെ കഴിഞ്ഞ ദിവസം വന്നു സാർ. മണിശങ്കർ അയ്യരെ പറ്റി പറയുമ്പോ സാർ ചക്ക് ചക്ക എന്ന് പറയുമ്പോൾ കൊക്ക് കൊക്ക് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സാർ. ചക്ക് ചക്ക എന്ന് പറയുമ്പോൾ ചക്ക് ചക്കിന് പറഞ്ഞാൽ മതി. ചക്ക് ചക്ക എന്ന് പറഞ്ഞാൽ കൊക്ക് കൊക്ക് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മിറ്റിക്കകത്തൊക്കെ പറയാം. നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് സാർ. മണിശങ്കർ അയ്യരെ പോലെ ഒരാൾ പറഞ്ഞു എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. ഞാൻ ആളുകളെ പറ്റി പറഞ്ഞു ഒന്നും പറയുന്നില്ല സാർ. ഫാറൂഖ് അബ്ദുള്ള, ബഹുമാനായ ഫാറൂഖ് അബ്ദുള്ള ഇവിടെ ഒന്ന് സംസാരിച്ചു സാർ. ഇവിടെ താഴെയാണ് ശങ്കരനാരായണ തമ്പി ഹാളിൽ. ഞങ്ങളൊക്കെ ആ പ്രസംഗം കേട്ടതാണ് സാർ. അവിടെ കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളുടെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ മതന്യൂനപക്ഷത്തിന് എല്ലാവർക്കും ഇത്രത്തോളം സാഹോദര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഈ കേരളമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. ഇവിടെ ലീഗ് സുഹൃത്തുക്കൾ ഇവിടെ വലിയ കള്ള പ്രചരണം നടത്തുന്നുണ്ടല്ലോ സാർ. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ കേരളമാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് മുഖ്യമന്ത്രിയെ ആലിംഗനം ചെയ്ത് ഈ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഫാറൂഖ് അബ്ദുള്ള നിങ്ങൾക്ക് എതിരാണോ? ഫാറൂഖ് അബ്ദുള്ളയെ പോലെ ആളുകൾ സാർ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഈ സെമിനാറിൽ വന്നല്ലോ. ഫാറൂഖ് അബ്ദുള്ള വന്നു, കരിമൊഴി വന്നു. നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു MLA എങ്കിലും ഒരു മന്ത്രി വിട്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാളെ വിട്ടില്ലല്ലോ സാർ. കോൺഗ്രസിനകത്തേക്ക് കുറച്ച് ആളുകളൊക്കെ പോകുന്നുണ്ട്. കോൺഗ്രസിനകത്തു നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതിന്റെ സ്ഥിതി ഒന്നും പറയണ്ടല്ലോ സാർ. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ സാർ. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇവർ തന്നെ താഴെ ഇറങ്ങിയിരിക്കുക. അവരിവിടുന്ന് പുറത്തു പോയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് സാർ. ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് പുറത്തേക്ക് പോകും സാർ. ഒരു സംസാരം, ഒരു വാക്ക് പോലും സഭയ്ക്കകത്ത് കൃത്യമായ വാദങ്ങൾ പറയാൻ പറ്റാതെ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുന്നതല്ലോ. അതിനല്ലല്ലോ തെരഞ്ഞെടുത്തിങ്ങോട്ട് അയച്ചതിനല്ലോ. ഇത് സഭയുടെ ലാസ്റ്റ് സമ്മേളനമല്ലേ സാർ. ഈ സമ്മേളനം കഴിഞ്ഞാൽ ഈ നിയമസഭയിൽ ഈ സമ്മേളനം ഇന്ന് നാളെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞാലുണ്ടോ? അപ്പൊ അതിനല്ല അവർ വന്നേക്കുന്നത്. അവര് ജനത്തിനകത്ത് ഇത് ചെയ്യുക, എന്നിട്ട് ആളുകളെ അഴിച്ചു വിട്ടിട്ട് അക്രമം നടത്തുക. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ അവിടെ വാതിൽ പൊളിച്ച് കയറുക. എന്ത് രാഷ്ട്രീയ സാർ. ഇവർക്ക് എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ ഇവർ കേരളത്തിൽ ചെയ്തിരുന്ന കാര്യം എന്താ സാർ? ചീമേനിയിൽ 5 പേരെ ചുട്ടുവന്നത് ഈ കോൺഗ്രസ്സുകാരാ. ഞങ്ങളൊക്കെ ഒന്ന് വിദ്യാർത്ഥികളാ. ഒരു പാർട്ടി ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാ അക്രമവും കാണിച്ചവർ. അവരിപ്പോ ഇങ്ങനെ വലിയ ജനാധിപത്യം പറഞ്ഞു. നിങ്ങൾക്കൊന്നും പറയാനേ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ കാണിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് സാർ ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നതിനകത്ത് അടിസ്ഥാന ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ചോദ്യം നമ്പർ 158 ശ്രീ PP സുമോദ്, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ആൻസർ ടേബിൾ ചെയ്താൽ മതി. താങ്ക് യു. ശ്രീ PP സുമോദ്. സാർ, പാരമ്പര്യ ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്? പാരമ്പര്യ രീതിയില സാർ, സോളാർ വെച്ചപ്പോൾ പകൽ സമയത്ത് മിച്ചം കിട്ടുന്നുണ്ട്, പീക്ക് സമയത്താണ് ഇല്ലാത്തത്. അതിനിപ്പോൾ പമ്പ് സ്റ്റോറേജ് വെക്കാനുള്ള വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ നവീന സാങ്കേതിക ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനും വൈദ്യുതി നഷ്ടം ഒഴിവാക്കുന്നതിനും ലക്ഷ്യമിട്ട് ബാറ്ററി സ്റ്റോറേജ്, എനർജി സ്റ്റോറേജ് സിസ്റ്റം മുതലായ വിവിധ പദ്ധതികൾ പരിഗണനയിലുണ്ട്. 2017 കാലഘട്ടത്തിൽ ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് പകൽ സമയത്ത് സൗരോർജ്ജം മൂലം അധിക വൈദ്യുതി ഉൽപ്പാദനവും രാത്രികാലങ്ങളിൽ ലഭ്യതക്കുറവും അനുഭവപ്പെടുന്ന സാഹചര്യം ഭാവിയിൽ സ്ഥിരമായി ബാധിക്കുമെന്ന് നിരീക്ഷകർ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോറേജ് സംവിധാനങ്ങളുടെ ആവശ്യകത പ്രധാന വിഷയമായി മാറുകയും കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ EMC പരിശോധിക്കുകയും ചെയ്തു. പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിൽ പമ്പ്ഡ് സ്റ്റോറേജ് വൈദ്യുതി പദ്ധതികളുടെ വിവിധ സാമ്പത്തിക പരിസ്ഥിതി വശങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി എനർജി മാനേജ്മെൻറ്റ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ KSEBL, അനർട്ട് തുടങ്ങിയവരുടെ സഹകരണത്തോടെ ഫെബ്രുവരി 8-9 ദേശീയ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. സാർ, ഇത് മേശപ്പുറത്ത്. സാർ, PSP പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി നീക്കിവെച്ച തുകയുടെ വിശദാംശങ്ങൾ വ്യക്തമാണ്. PSP പദ്ധതികൾ സാർ, അത് പരമാവധി ശ്രമിക്കുക. സാർ, ശ്രീ P മമ്മിക്കുട്ടി. സാർ, സംസ്ഥാനത്ത് PSP പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ജലവൈദ്യുത പദ്ധതികൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? PSP ഏതൊക്കെ ജലവൈദ്യുതി പദ്ധതികളാണെന്ന്?
കേരളത്തിൽ KSBL 4 പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളാണ് മുൻഗണന നൽകുന്നത്. കക്കയം 800 മെഗാവാട്ട്, പെരിങ്ങൽകുത്ത് 400 മെഗാവാട്ട്, ഇടുക്കി 700 മെഗാവാട്ട്, മുതിരപ്പുഴ 100 മെഗാവാട്ട്. KSBയുടെ ഡാമുകൾ ഒഴികെയുള്ള ഇടങ്ങളിലായി 10 പമ്പ്ഡ് സ്റ്റോറേജ് ജലവൈദ്യുതി പദ്ധതികൾ സാധ്യത EMC കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ PSP മേഖലയിൽ പരിചയസമ്പന്നരായ വിദഗ്ധ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ വഴി 5 പദ്ധതികൾക്ക് പ്രീ ഫിസിബിലിറ്റീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇലവഴിപ്പുഞ്ചിറ, ചുള്ളിയാർ, പോത്തുണ്ടി, പരപ്പൻപാറ, മാങ്കുളം, PSP എന്നീ പദ്ധതികൾക്കാണ് PFR തയ്യാറായിട്ടുള്ളത്. PSPR തയ്യാറാക്കിയ പദ്ധതികൾ ചിലതിൻ്റെ നോമിനേഷൻ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുവാൻ കേന്ദ്ര പൊതുമേഖല വൈദ്യുതി ഉൽപ്പാദന കമ്പനികളായ NTRC, THDCL, NPHS എന്നീ സ്ഥാപനങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജഗോപാലൻ സാർ, പവർ കട്ടില്ലാത്ത ലോഡ് ഷെഡിംഗ് ഇല്ലാത്തൊരു കേരളം ഉണ്ടായിരുന്നു സാർ. സാർ, ഇവരെ കുടുംബാംഗങ്ങളെങ്കിലും ആലോചിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ അവറിലെങ്കിലും ഇവർ ശ്രദ്ധിക്കണമായിരുന്നു സാർ. കാരണം ഇവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീരൊപ്പിയ ഒരു സർക്കാരായിരുന്നു LDF സർക്കാർ. കാരണം കേരളത്തിലെ എല്ലാ സ്ത്രീകളും സ്ത്രീ സമൂഹം എല്ലാ ദിവസവും കരയുന്ന ഒരു സമയമുണ്ടായിരുന്നു സാർ. ഈ നാട്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സീരിയൽ കാണുന്ന സമയത്തുള്ള കരച്ചിൽ ഒഴിവാക്കി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിലെ സഹോദരിമാരും അമ്മമാരും കരച്ചിലില്ല സാർ. കാരണം എല്ലാ സമയത്തും പവർ കട്ടും ഇല്ലാത്ത ലോഡ് ഷെഡിങ് ഇല്ലാത്ത ഒരു നാടായി മാറി. അങ്ങനെയുള്ളൊരു കാലത്തെക്കുറിച്ച് സ്മരിക്കുന്നതിന് പകരം ഇപ്പോൾ പുതുയുഗ യാത്രയാണ് സാർ UDF സംഘടിപ്പിച്ചിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതൊരു കലിയുഗ യാത്ര എന്നതിന് പേര് കൊടുക്കുന്നതായിരിക്കും സാർ ഏറ്റവും നല്ലത്, ഏറ്റവും അനുയോജ്യം. സാർ, എൻ്റെ ചോദ്യം PSP പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പങ്കാളിത്ത മാതൃക സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്വകാര്യ പങ്കാളിത്തം സ്വീകരിക്കുമോ PSP പ്രോജക്റ്റിൽ? മറുപടിയിൽ പറഞ്ഞു സ്വകാര്യ പങ്കാളിത്തം ആലോചിക്കുന്നുണ്ട്. സംയുക്ത പ്രോജക്ട്. ശ്രീ MM മണി സാർ, ഈ പദ്ധതി കൊണ്ട് ഗുണഭോക്താക്കൾക്ക് പദ്ധതി നിരക്കിൽ എന്തെങ്കിലും മെച്ചം വന്നിട്ടുണ്ടോ, വിലയിരുത്തിയിട്ടുണ്ടോ? PSP പ്രോജക്റ്റ് കൊണ്ടുള്ള ഗുണം അതിന് മറുപടിയിലുണ്ട്. ചോദ്യം നമ്പർ 189 ശ്രീമതി KK രമ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 190 ശ്രീ KK രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട ധനകാര്യ മിനിസ്റ്റർ FM. ശ്രീ KK രാമേന്ദ്രൻ, യെസ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, 190. ഉണ്ട് സാർ. സാർ, നെൽകർഷകർക്കുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളെ പറ്റിയാ സാർ. ഇവര് ഈ 10 ചോദ്യവും 12 ചോദ്യവും 15 ചോദ്യം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രതിപക്ഷം ഇങ്ങനെ ആയതുകൊണ്ട് അവർ ഈ സഭയ്ക്കകത്ത് ഒരു കാര്യവും ചെയ്യാത്തതുണ്ട്. അതുകൊണ്ട് എത്ര ചോദ്യവും ഉണ്ട് സാർ. പിന്നെ പറഞ്ഞൊപ്പിക്കൊന്നുമല്ല. നെൽകൃഷികർക്കുള്ള സാമ്പത്തിക ആനുകൂല്യം സാർ. സാർ, അതൊന്ന് പറയാം സാർ. നെല്ലിൻ്റെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയുള്ള കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വികസന പദ്ധതിയിൽ കീഴിൽ സാർ ഉൽപ്പാദനം നെൽകർഷകർ തന്നെയാണ് അങ്ങ് പറഞ്ഞോ സാർ. എനിക്ക് യാതൊരു സംശയമില്ല. ഈ തരത്തിലാണ് സാർ ഇവർ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് കാര്യം പറയുന്നത് സാർ. 190ാമത്തെ ചോദ്യം ചോദിച്ചാൽ 190ാമത്തെ ചോദ്യം നെൽകർഷകരുടെ കാര്യം പറയുമ്പോൾ ഇവരിതൊന്നും മനസ്സിലാക്കാതെ ഏതോ മായാലോകത്താണ് സാർ. ഇവരാകെ കൺഫ്യൂഷനിലാണ് സാർ. ആദ്യം ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്കാണ് 85-90 കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പം കണക്കെടുത്തപ്പോൾ താഴോട്ട് വന്നു. ആകെ കൺഫ്യൂഷനിലാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ, എന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. ചോദ്യമൊക്കെ ഞങ്ങൾ ചോദ്യം ഉത്തരവാദിത്തോടാ. നിങ്ങൾ അതെങ്കിലും ശ്രദ്ധിക്കുക. നാട്ടുകാർ കണ്ടോണ്ടിരിക്കല്ലേ, പറയുന്ന തെറ്റല്ലേ, അബദ്ധമല്ലേ, അബദ്ധ പഞ്ചാംഗമല്ലേ സാർ. നെൽകർഷകരുടെ കാര്യത്തിൽ ഇവർക്കൊരു താല്പര്യമില്ല സാർ. നെല്ലിന്റെ നാട്ടുകാർ കാണുന്നുണ്ട് സാർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വികസന പദ്ധതിയുടെ കീഴിൽ ഉൽപ്പാദനോപാധികൾക്ക് മാത്രം 297.23 കോടി രൂപ. കൂടാതെ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി RIDF പദ്ധതി വഴി 666.61 കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ. അടിസ്ഥാന വിലയും സംസ്ഥാന പ്രോത്സാഹനവുമാണ് ചേർത്ത് സാർ കിലോഗ്രാമിന് 30 രൂപ. കിലോഗ്രാമിന് 30 രൂപയാണ് കേട്ടോ നെല്ലിന് ഇപ്പൊ തറവല കേട്ടോ. അത് സാർ കർഷകരിന് സാർ ഇതുപോലെ
അത്യുത്പാദന ശേഷിയുള്ള നെൽവിത്ത് അതിന് ഹെക്ടറിന് 5500, നെൽവയലുകൾ ഉടമസ്ഥർക്ക് റോയൽറ്റി ആയിട്ട് 3000, നെൽവയലിന്റെ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിനായി നെൽകൃഷിക്കുള്ള കുമ്മായത്തിന് ഹെക്ടറിന് 5400, തരിശു നെൽകൃഷിക്ക് 5000, ഹെക്ടറിന് 35,000, ഓരോ കർഷകരും 5000. സാർ ഇങ്ങനെ വിവിധ പദ്ധതി ഇത് വായിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു ലിസ്റ്റാണ് സാർ. നെല്ലിന് വളരെ വലിയ ഇൻസെന്റീവ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് സാർ. അതെല്ലാം കൊടുക്കുന്നുണ്ട് സാർ. ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയണം സാർ, ഇതിനകത്ത് ഉപചോദ്യമുണ്ട് സാർ. എന്താ വെച്ചാൽ ആ ചോദ്യം സാർ, ഇപ്പോ ഈ ഇന്ത്യ ഈ ചോദ്യം ഇവിടെ പറയേണ്ടതാണ് സാർ. നെൽകൃഷിക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം ആവശ്യപ്പെട്ടുള്ളൊരു ചോദ്യമുണ്ട് സാർ. നിലവിൽ സാർ ഇതിനെപ്പറ്റിയെങ്കിലും പ്രതിപക്ഷത്തിന് കേരളത്തിലെ കർഷകരോട് ഒരു താല്പര്യമുണ്ടെങ്കിൽ കേൾക്കേണ്ടതാണ്, പുറത്ത് സമരം ചെയ്യേണ്ടതാണ് സാർ. നിലവിൽ MSP 23.69 രൂപയും സംസ്ഥാന പ്രോത്സാഹന ബോണസ് 6.31 രൂപയും ചേർത്ത് കിലോഗ്രാമിന് 30 രൂപ നെല്ലിന്റെ സംഭരണ വിലയെ കർഷകർക്ക് നൽകുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം MSPക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സാർ. പ്രോത്സാഹന ബോണസ് കൊടുക്കേണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്, അതിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് സാർ. നെല്ല്, ഗോതമ്പ്, അരി ഇതിനൊക്കെ ഉൽപാദനത്തിന് ഇങ്ങനെ കൊടുക്കുന്നത് അധിക ബാധ്യത സൃഷ്ടിക്കുന്നതാണ് അവരുടെ അഭിപ്രായം സാർ. താങ്ങുവില സംസ്ഥാനങ്ങളുടെ ഉൽപാദന ചെലവുകളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണമെന്നും വർദ്ധിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ അഭിപ്രായം സാർ. ഇത് നമ്മുടെ ബോണസ് തുടരും. ഏത് കേന്ദ്രം പറഞ്ഞാലും നമ്മൾ നമ്മുടെ ബോണസ് കൊടുക്കും, തുടരും. നെൽകൃഷിക്കാർക്ക് ആ പണം കൊടുക്കും. ഇപ്പൊ നെല്ല് കൃത്യമായി എടുക്കുകയും സമയത്ത് സഹകരണ സംഘങ്ങളെ കൂടെ ഏർപ്പെടുത്തി ആ പണം കൊടുക്കുന്ന സംവിധാനം കൂടെ വന്നിട്ടുണ്ട് സാർ. അടുത്തൊരു കാര്യം കൂടി ഈ ചോദ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ കേൾക്കേണ്ടതാണ് സാർ. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കുറേ ബഹളമോട് ഉണ്ടാക്കുന്നുണ്ട് ഈ ന്യായം പറഞ്ഞിട്ട്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇവരൊന്നും മനസ്സിലാക്കില്ല സാർ. ഇന്ത്യ-US വ്യാപാര കരാർ കാർഷിക രംഗത്തെ ഉൽപ്പാദനം മരവിപ്പിക്കുന്നതിന് വഴിതെളിക്കുന്നുണ്ടോ എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടോ സാർ. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ചും ഓരോ ഉൽപ്പന്നങ്ങളുടെ തീരുവ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭ്യമായിട്ടില്ല. എന്നാൽ ഉയർന്ന സബ്സിഡി നൽകി ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ തീരുവയിൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചാൽ ആഭ്യന്തര കർഷകർ കടുത്ത സമ്മർദ്ദത്തിന് വിധേയമാകും എന്നുള്ള അഭിപ്രായമാണുള്ളത് സാർ. റബ്ബർ, വെളിച്ചെണ്ണ, ഡയറി അതായത് പാലുൽപാദനം, പൗൾട്രി ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിന് കാരണമാകുമെന്നും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ അമേരിക്ക നിശ്ചയിക്കുകയാണെങ്കിൽ കുറഞ്ഞ താങ്ങുവില ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റുൽപാദക രാജ്യങ്ങളുമായി അമേരിക്കൻ യൂണിയൻ മത്സരിക്കാൻ ബുദ്ധിമുട്ടാവും സാർ. അതിനാൽ തന്നെ ഈ കരാറിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങണമെന്നും കേന്ദ്ര സർക്കാരിനോട് കത്ത് മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട് സാർ. ഇത്രയും പ്രധാനപ്പെട്ട കേരളത്തിന് നട്ടലൊടിക്കുന്ന കാർഷിക മേഖലയും വ്യവസായവും തകർക്കുന്ന ഒരു കരാറിനെ പറ്റി പോലും ഈ സഭയിൽ ഒരക്ഷരം പറയാൻ തയ്യാറാവാതെ അന്ന് മുതൽ ഇരിക്കുന്ന ആളുകളാണ് സാർ. അന്ന് മുതൽ ഇരിക്കുന്ന ആളുകളാണ്. കാരണം അത്രയും ഉത്തരവാദിത്വവും ആത്മാർത്ഥമില്ലാത്ത പ്രതിപക്ഷം എന്തിനാണ് സാർ അങ്ങനെ പ്രതിപക്ഷം? ഈ കാർഷിക മേഖലയിലെ കാര്യങ്ങൾ പോലും പറയാൻ തയ്യാറാവാത്ത നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ്, അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം ഇത് അവിടെ പറയുന്നു? നിങ്ങൾ ഈ കാര്യം എന്തെങ്കിലും പറയാൻ പോകണം. അവിടെ തയ്യാറാവുന്നോ? അവിടെയും തയ്യാറാവുന്നില്ല, ഇവിടെയും തയ്യാറാവുന്നില്ല. അവിടെ നിങ്ങളെന്താ ചെയ്ത്? അവിടെയും പോയി ശബരിമല ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യുന്നില്ല. പുറത്തു പോയി ഇതേ പാട്ടാണ് സാർ. ഇത് അങ്ങേറ്റം ലജ്ജാകരമായ കാര്യമാണ്. കേരളത്തിലെ കർഷകരുടെ കാര്യം ഈ കാര്യത്തിൽ ഉൾപ്പെടെ നിങ്ങളൊരു റെസൊല്യൂഷൻ തയ്യാറാകുന്നുണ്ടേ. ഇവിടുന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സാർ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് സാർ. 10 ലക്ഷം കൃഷിക്കാർക്ക് ഞാൻ പറയാണ്, 10 ലക്ഷം കൃഷിക്കാർക്കകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. പശുവിന്റെ പാല് വിറ്റ് മാത്രം ജീവിക്കുന്ന 10 ലക്ഷം കൃഷിക്കാരുണ്ട് സാർ. 1 ലിറ്റർ പാല് 30 രൂപയ്ക്ക് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോവാ. 60 രൂപ വരെ കിട്ടുന്ന പാല് 30 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്ത കൃഷിക്കാരുടെ സ്ഥിതി എന്താ സാർ? വണ്ടിക്ക് ഡീസലിന്റെ വില കൂടിയ, പെട്രോളിന്റെ വില കൂടിയ, വണ്ടി മാറ്റി പാർക്ക് ചെയ്യാം സാർ. പശുവിനെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? പശുവിന് തീറ്റി കൊടുക്കാതെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? എന്തു ചെയ്യും? കർഷകൻ അതുകൊണ്ട് എന്താ ചെയ്യുക? ഈ പശുവിനെ ഒന്നും കൊടുക്കാൻ പറ്റാതെ ഇറച്ചി വിലയ്ക്ക് വിറ്റും. ഇറച്ചി വിലയ്ക്ക് വിൽക്കുമ്പോൾ അതിന് വില കിട്ടുമോ? എല്ലാത്തിനും ഇറച്ചി വിലയ്ക്ക് കിട്ടും. നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല. കാരണം കൃഷിക്കാരുടെ പ്രശ്നം വർത്താനം പറഞ്ഞാൽ പോരാ. 30 ലക്ഷം 40 ലക്ഷം പശുവിനെ എങ്ങനെ വിൽക്കും? എങ്ങനെ അവർ പശുവിനെ കൃഷി നടത്തും? കർഷകരുടെ കാര്യങ്ങളൊന്നും അറിയാതെ, അല്ലെങ്കിൽ അത് പറയാതെ. നിങ്ങൾക്ക് കർഷക സംഘടനയുടെ ഭാരവാഹികളാണല്ലോ, എന്തെങ്കിലും താല്പര്യമുണ്ട് സാർ? ഈ കരാറിനെ പറ്റി പോലും ചർച്ച ചെയ്യാതെ ഇതിനെപ്പറ്റി ഇവിടെ ഇങ്ങനെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി പറഞ്ഞു, സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോയാൽ അങ്ങ് ഡൽഹിയിലേക്ക് അന്വേഷണം പോകും സാർ. കയ്യിൽ ഏലസ് കൊട്ടിക്കൊടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം പോകും. അതുകൊണ്ട് പറയാം SIT കൊള്ളുന്നില്ല, കോടതി കൊള്ളത്തില്ല. കോടതിക്കെതിരല്ലേ പറഞ്ഞത്? ഞങ്ങൾക്കെതിരെ എന്തിനാ പറഞ്ഞത്?
SIT കാര്യം നോക്കുന്ന കോടതിയല്ലേ, ഹൈക്കോടതിയല്ലേ, ഞങ്ങളാണോ? ഹൈക്കോടതി നോക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ ശ്രീധരൻപിള്ള എന്ന് പറഞ്ഞ അഡ്വൈസ് ശ്രീധരൻപിള്ള കൂടെ ചേർന്നേക്കുക. ഇനിയും വരും പലതും വരും. ചോദിച്ചാൽ മതി, ഡൽഹി ചോദിച്ചാൽ മതി. യെസ് പ്ലീസ്. ചോദ്യം ശ്രീ KK രാമേന്ദ്രൻ. സാർ, നെല്ല് സംഭരണത്തിന് കൂടുതൽ താങ്ങുവിലയും സഹായങ്ങളും പ്രത്യേകമായി നൽകുന്ന, കേന്ദ്രം നൽകുന്ന വിലയേക്കാൾ കൂടുതൽ നൽകുന്ന സംസ്ഥാന സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട അളകപ്പനഗർ, വരന്തരപ്പള്ളി, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലുൾപ്പെടെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് മില്ലുടമകൾക്ക് കൈമാറുന്നതിന് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് യഥാസമയം ഏറ്റെടുക്കാത്തത് മൂലം വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കുന്നതിന് പൊതു സഹകരണ മേഖലയിൽ മില്ലുകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള ശാശ്വത പരിഹാര നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ? പൊതു ഉടമസ്ഥയിൽ മില്ലുകൾ സ്ഥാപിക്കുമോ? സാർ, അതിന് അനുകൂലമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ 2-3 സഹകരണ നെൽമില്ലുകൾ, വ്യവസായ വകുപ്പ്, അതുപോലെ സഹകരണ വകുപ്പ് എല്ലാം ഇപ്പോൾ ചെങ്ങന്നൂർ, പാലക്കാട് ഒരെണ്ണമുണ്ട്, പിന്നെ കോട്ടയത്ത് ഇങ്ങനെയുള്ള മില്ലുകൾ വരുന്നുണ്ട്. കുട്ടനാടുള്ള മില്ല് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നു സാർ. സഹകരണ മേഖലയിൽ കൂടുതൽ, പൊതുമേഖലയിലും സഹകരണ മേഖലയിലും കുറച്ചുകൂടി നെല്ലുകൾ വരും. ഇപ്പോൾ തന്നെ ഓയിൽ പാമിൻ്റെ നെൽമില്ലുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് സാർ തീരുമാനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാമൂഹ്യ പെൻഷനുകൾ അർഹതയുള്ള മുഴുവൻ ജനങ്ങൾക്കും നൽകുന്നതിന് നടപടി സ്വീകരിച്ച LDF സർക്കാർ അർഹതയുള്ള മുഴുവൻ കർഷകർക്കും പെൻഷൻ അനുവദിക്കുന്നതിനും ഇതിനായി സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ കർഷകരുടെ അപേക്ഷകളും പരിഗണിച്ച് കാർഷിക പെൻഷൻ അനുവദിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, കർഷക പെൻഷൻ ഉൾപ്പെടെ കുറച്ച് പണം അധികമായിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. കർഷക പെൻഷൻ ഓരോ മേഖലയിലും പെൻഷൻ കൃത്യമായി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുള്ള ഫണ്ടും കുറച്ച് അലോട്ട് ചെയ്തിട്ടുണ്ട് സാർ. എല്ലാ മേഖലയിലും അത് കൃത്യമായി കൊടുക്കും സാർ. ശ്രീ PP ചിത്തരഞ്ജൻ. സാർ, നെൽകർഷകരുടെ വിഷയങ്ങളടക്കമുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കേണ്ട സമയത്ത് അതിനെല്ലാം അലങ്കോലമാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ പരിശ്രമമാണ് സാർ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, എൻ്റെ ചോദ്യം, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എത്ര രൂപ ഇൻസെൻറ്റീവ് ബോണസായി നെൽകർഷകർക്ക് നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, അതിൻ്റെ കൃത്യമായ കണക്ക് നൽകാം സാർ. ഓരോ വർഷവും ഒരു 600-1000 ഇടയ്ക്ക് കോടി പണം നൽകുന്നു. കൃഷി വകുപ്പ് മന്ത്രി കൃത്യമായി കണക്ക് സാർ. കൃഷി വകുപ്പ് മന്ത്രി കൃത്യമായി. സാർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 5 കൊല്ലം കൊണ്ട് മാത്രം 2687 കോടി രൂപ ഈ സംസ്ഥാനത്തിൻ്റെ ബോണസ് ഇനത്തിൽ മാത്രമായി 2687 കോടി രൂപ കർഷകരുണ്ട്. ഇതേവരെയും ഇത്രയും തുക ഒരു ഗവൺമെന്റ് കാലത്ത് നൽകിയിട്ടില്ല. 2687 കോടി രൂപ ഗവൺമെന്റ് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. സാർ, ഇക്കാര്യമൊക്കെ ഈ പ്രതിപക്ഷം ചർച്ച ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ കാര്യം പറയുമ്പോൾ പൊന്നിന്റെ തട്ടിപ്പ് നടന്ന അന്വേഷണം നടക്കുന്ന കാര്യത്തിനകത്താണ് ശ്രദ്ധിക്കുന്നത്. മണ്ണിൽ കനകം വിളയിക്കുന്ന കർഷകന്റെ കാര്യത്തെക്കുറിച്ച് കൂടി ഗൗരവത്തിലെടുക്കാൻ ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കുറുക്കോളി അടക്കമുള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നോമ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്, നോമ്പിന്റെ കാലഘട്ടത്തിൽ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, നോമ്പിന് മോശമായ കാര്യങ്ങളാണ് പറയുന്നതല്ല. അങ്ങ് കർഷകന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങ് അതെല്ലാം നോക്കേണ്ട കാര്യമാണ്. മോശമായത് ചെയ്യരുത്, കലഹവും ബഹളവും ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അങ്ങേപ്പോലുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. കർഷകനെ കുറിച്ച് പറയുന്നിടത്ത് ഈ കാര്യങ്ങൾ മിണ്ടാതിരിക്കരുത് എന്ന് പറഞ്ഞു. ശ്രീ പ്രഭാകരൻ. സർ, ഇനി ഒരു തവണ കൂടി അധികാരത്തിന്റെ പുറത്തിരിക്കേണ്ടി വന്നാൽ ഉള്ള വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് UDFകാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട വിഭ്രാന്തി നിയമസഭയിൽ ഇപ്പോൾ കാണിക്കുകയാണ് സാർ. ഇത്ര പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇരുന്നിട്ട് വിഭ്രാന്തി കാണിച്ചിട്ട് അത് ശരിയല്ല. ഇത് നിങ്ങൾ അവിടെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ചോദ്യത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും സഹകരണ പ്രസ്ഥാനങ്ങളെ നെല്ലെടുപ്പുമായി ബന്ധപ്പെടുത്തി PRSന് പണം കൊടുക്കുന്ന തീരുമാനമെടുത്തത് നന്നായി. പക്ഷേ അതിനനുസരിച്ചുള്ള ഉത്തരവുകൾ, സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉടൻ ഇറക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് മാത്രമല്ല, ഇവിടെ വാക്സിനെ സാമ്പത്തികപരമായി സഹായിക്കാൻ കേരള ബാങ്കിനെയും മറ്റും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ, പാക്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? മിനിസ്റ്റർ, പാക്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? സാർ, ഇത് നമ്മുടെ ഈ നിലവിലുള്ള സംഭരണ രീതികളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ സാർ. മാറ്റം വരുത്തുന്ന പറഞ്ഞാൽ ഈ മില്ലുകൾ എടുക്കുന്നു, അതിൻ്റെ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് പാക്സുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പുതിയ പണ്ടുണ്ടായിരുന്ന രീതിയാണെന്ന് പറയുന്നു. അത് വളരെ എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റും. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം തൃത്താലയിൽ
തൃത്താലയെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് തൃത്താലയെന്ന് നെൽകൃഷിക്കാരുടെ കാര്യത്തിന് മന്ത്രി തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തു സാർ. സാർ ഞങ്ങൾ ഈ തൃത്താലയായാലും പാലക്കാടായാലും ചിറ്റൂരായാലും തൃശ്ശൂരായാലും ആലപ്പുഴയായാലും കൃഷിക്കാരുടെ കൂടെ നിൽക്കുകയാണ്. അവരുടെ കൂടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് നെല്ല് വന്നിട്ടുണ്ട് സാർ. അവിടുത്തെ കൃഷിക്കാരെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്ത് ബഹളം ഉണ്ടാക്കിയാലും കൃഷിക്കാരാണ് സാർ ഇത് മനസ്സിലാക്കുന്നത്. ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. സാർ, സംസ്ഥാനത്തെ നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും ലോകത്ത് 5 ലക്ഷത്തോളം വരുന്ന നെൽവിത്തിനങ്ങളിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ പ്രത്യേകിച്ച് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ വിശേഷിച്ച് വൈപ്പിനിൽ കൃഷി ചെയ്തു പോരുന്ന പൊക്കാളി കൃഷിയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പൊക്കാളിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും മാർക്കറ്റിംഗ് ചെയ്യാനും എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചതെന്നും തുടർന്ന് ധനകാര്യ വകുപ്പ് എന്തെല്ലാം സാമ്പത്തിക പിന്തുണയാണ് നൽകാൻ പോകുന്നതെന്നും വിശദീകരിക്കാൻ സാധിക്കുമോ? സാർ, കേരള ബ്രാൻഡ് പ്രത്യേകിച്ചും ചില സ്ഥലത്ത് ജിയോ ടാഗിങ് പൊക്കാളി പോലെയുള്ളതിൻ്റെ മെഡിസിനൽ വാല്യൂവും ഹെൽത്ത് വാല്യൂവും ഒക്കെ കാണിക്കുന്ന തരത്തിലേക്കുള്ള നല്ല ക്യാമ്പയിനുണ്ട്. അതിന് പ്രത്യേക സ്കീമുകൾ പിന്നെ കൃഷി വകുപ്പിൻ്റെ തന്നെ ഉണ്ട് സാർ. അത് ഇനി ശക്തിപ്പെടുത്തി മുന്നോട്ട് തന്നെ കൊണ്ടുപോകും സാർ. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.